ഇത്രത്തോളം പ്രസക്തമായ, ഇത്രത്തോളം പ്രതിപാദ്യമായ ഒരു കാവ്യശകരത്തെ കാണാൻ സാധിക്കുകയില്ല എന്നാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, എന്താണ് ഖസീദത്തുൽ ബുർദ? അല്ലാഹുവിന്റെ റസൂൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അദമ്യമായ അനുരാഗത്താൽ മനസ്സിന്റെ ഉള്ളിൽ നിർഗളിക്കുന്ന മഹത്തായ പ്രേമത്തിന്റെ ബാഷ്പഗണങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നാക്കിലൂടെ ഒഴുകിയെത്തിയതാണ് ഖസീദത്തുൽ ബുർദയായി പരിണമിച്ചത്. നമുക്കറിയാം, ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി ആരാണ്? ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി ഷറഫുദ്ദീൻ മുഹമ്മദുൽ ബൂസൂരി എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ യഥാർത്ഥ പേര്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രകീർത്തിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ഒരുപാട് കാവ്യങ്ങൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് കാവ്യങ്ങൾ. അതിൽ റസൂലുള്ളാഹിനെ പ്രകീർത്തിച്ചുകൊണ്ട് വളരെ പ്രസക്തമായ കാവ്യശകരമാണ് ഖസീദത്തുൽ ബുർദ. ഈ ഖസീദത്തുൽ ബുർദ പരിശോധിച്ചാൽ മനസ്സിലാകും, ബഹുമാനപ്പെട്ട ഇമാം അവർക്ക് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള അനുരാഗത്തിന്റെ എത്രമാത്രം വലുതായിരുന്നു, എത്രമാത്രം തീവ്രമായിരുന്നു തങ്ങളുടെ വഫാത്തിന് ശേഷം 650 വർഷങ്ങൾക്ക് ശേഷമാണ് ഖസീദത്തുൽ ബുർദ ബഹുമാനപ്പെട്ട ഇമാം അവർക്ക് രചിക്കുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം അവർക്ക് മുമ്പ് തന്നെ ഒരുപാട് ഖസീദകൾ പല ഇമാമുമാരുടെ പേരിലായിട്ടും ലോകത്ത് വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ലോകത്ത് പല ഇമാമുമാരും ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പ് തന്നെ റസൂലുള്ളാഹിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഖസീദകൾ രചിച്ചതായി കാണാം. എത്രത്തോളം എന്നാൽ സഹാബികളിൽ പ്രമുഖനായിരുന്ന ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു പോലും അല്ലാഹുവിന്റെ റസൂലിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഖസീദ രചിച്ചതായിട്ടും, ബാനത്ത് സുആദ എന്ന പേരിലുള്ള ഖസീദ രചിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ചെന്നുകൊണ്ട് അങ്ങ് പാടിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി, ആനന്ദം തോന്നിയ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അടുത്തുള്ള പുതപ്പിച്ചു എന്നാണ് ചരിത്രം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഒരുപാട് പാടിയ ആളാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ഹസ്സാൻ റളിയല്ലാഹു അൻഹു ലോക ചരിത്രത്തിൽ അറിയപ്പെട്ടത് ഷാഇറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിലാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് മദ്ഹ് പാടിയിട്ട് ഒരുപാട് കാവ്യങ്ങൾ അങ്ങ് പാടിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസ്സാൻ ഇബ്നു സാബിത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്തു. അല്ലാഹുമ്മ അയ്യിദിൽ ഹസ്സാന ബിറൂഹിൽ ഖുദ്സ്, അല്ലാഹുവേ പരിശുദ്ധാത്മാവ് കൊണ്ട് ഈ ഹസ്സാനെ നീ ശക്തിപ്പെടുത്തണമേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചപ്പോ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒരുപാട് നന്മകൾ ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിനെ തേടിയെത്തി എന്നാണ് ചരിത്രം. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഖസീദ രചിക്കുന്നതിന്റെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ, എത്രത്തോളം അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് തന്നെ പുണ്യ നബിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഗാനമാലപിച്ച പല സംഭവങ്ങളും ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം നാം മനസ്സിലാക്കണം. ഖസീദയെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോ ആ ഖസീദയുടെ രചയിതാവായ ബഹുമാനപ്പെട്ട ഇമാം അവർകളെ പരിചയപ്പെടുത്താതിരിക്കുന്നത് മോശമായി പോകുമെന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചരിത്രം ചുരുങ്ങിയ രീതിയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്താം. പ്രിയമുള്ളവരെ, ആരായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി?
ഈജിപ്തിൽ ഹിജ്റ 608 ബഹുമാനപ്പെട്ട ഇമാം അവர்களுടെ ജനനം. ഈജിപ്തിൽ ജനിച്ച് സ്വന്തം പിതാവിൽ നിന്ന് തന്നെ ഒരുപാട് ഇൽമുകൾ കരസ്ഥമാക്കി, ചെറുപ്രായത്തിൽ തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കി, ചെറുപ്പത്തിൽ തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ചിന്തിക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഭവിച്ച ആ ത്യാഗത്തെ ആലോചിച്ചുകൊണ്ട് കണ്ണുനീർ വാർക്കുകയും ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ ചെറുപ്പത്തിൽ തന്നെ വലിയ ഇൽമുകളൊക്കെ കരസ്ഥമാക്കി വളർന്നു വരികയും ഏറ്റവും വലിയ ലോകത്ത് അറിയപ്പെട്ട ഇസ്ലാമിക യൂണിവേഴ്സിറ്റികളിൽ വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയായ അൽ അസ്ഹർ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറബി ഭാഷയിലും അറബി സാഹിത്യത്തിലും ഉന്നത ബിരുദങ്ങൾ നേടി പുറത്തിറങ്ങുകയും ചെയ്ത ബഹുമാനപ്പെട്ട ഇമാമുന ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ പഠനം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് ലഭിച്ച നിയോഗം എന്തായിരുന്നു? ബഹുമാനപ്പെട്ടവരെ, അവിടുത്തെ ഈജിപ്തിലെ ഗവൺമെന്റ്, ഈജിപ്തിലെ രാജാവ് തങ്ങളുടെ കൊട്ടാര കവിയാക്കി നിയമിക്കാൻ തീരുമാനിച്ചു. വളരെ സന്തോഷപൂർവ്വം ബഹുമാനപ്പെട്ടവർ രാജാവിന്റെ സന്നിധിയിൽ കവിയായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. അങ്ങനെ ഒരുപാട് കവിതകൾ ആലപിക്കുകയും ഒരുപാട് സമ്മാനങ്ങൾ നേടുകയും പ്രോത്സാഹനങ്ങൾ നേടുകയും ചെയ്ത ബഹുമാനപ്പെട്ട ഇമാം അവർകൾ ഒരുപാട് കാലത്തെ തന്റെ സേവനം മതിയാക്കിയിട്ട് താൽക്കാലികമായി ജോലിയിൽ നിന്ന് വിരമിക്കുകയാണ്. കൊട്ടാരത്തിലെ കവി എന്നുള്ള പദവി ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച് അധികം കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ടവർക്ക് തളർവാദം ബാധിച്ചു. കൈകാലുകൾ തളർന്നു, ചലനശേഷിയില്ലാതെയായി, കിടക്കുന്ന രോഗശയ്യയിൽ നിന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയാതെ ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി വല്ലാതെ വിഷമിച്ചുപോയി. ആ സമയത്തും ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചുള്ള ചിന്തയും അള്ളാഹുവിന്റെ റസൂലിനോടുള്ള അദമ്യമായ ആ അനുരാഗവും ഒഴിവാക്കിയിരുന്നില്ല. രോഗശയ്യയിൽ കിടക്കുമ്പോഴും ബഹുമാനപ്പെട്ട ഇമാം അവർകൾ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ആലോചിക്കും. റസൂൽ അനുഭവിച്ച ത്യാഗങ്ങളെ കുറിച്ചും ത്വാഇഫിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശത്രുക്കളിൽ നിന്നേറ്റ വളരെ വികൃതമായ പീഡനങ്ങളെ കുറിച്ചും ബഹുമാനപ്പെട്ട ഇമാം ഇങ്ങനെ ആലോചിക്കും, ചിന്തിക്കും. എന്നിട്ട് വളരെ ഉച്ചത്തിൽ കരയും. അള്ളാഹുവിന്റെ റസൂലിന്റെ ഗതിയോർത്തിട്ട് അള്ളാഹുവിന്റെ റസൂൽ ഈ ദീനിനെ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി പാടുപെട്ട ത്യാഗത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് ബഹുമാനപ്പെട്ട ഇമാം അവർകൾ ഇങ്ങനെ കരയും. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഇമാം അവർകൾ ഖസീദത്തുൽ ബുർദ എഴുതാനിരിക്കുന്നത്. ബഹുമാനപ്പെട്ടവർ ആ രോഗശയ്യയിൽ കിടക്കുമ്പോഴാണ് തന്റെ ഖസീദയായ ഖസീദത്തുൽ ബുർദ എഴുതാൻ വേണ്ടി തീരുമാനിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ടവർ അങ്ങനെ ഖസീദത്തുൽ ബുർദ എഴുതാൻ ആരംഭിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ആലോചിക്കുമ്പോ ഓരോ വരി എഴുതുമ്പോഴേക്ക് ബഹുമാനപ്പെട്ട ഇമാം അവர்களுടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകാൻ തുടങ്ങും. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ആലോചിച്ചിട്ട് തന്റെ പേന ചലിക്കാത്ത അവസ്ഥകൾ വരെ ബഹുമാനപ്പെട്ട ഇമാം അവർക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ രോഗശയ്യയിൽ വെച്ച് ഒരുപാട് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പ്രകടിച്ചിരി. അങ്ങനെ ഖസീദത്തുൽ ബുർദ പൂർത്തിയാകുന്നതിന്റെ മുമ്പ് ബഹുമാനപ്പെട്ടവർ രാത്രിയിൽ ഒരു സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിൽ മുമ്പുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അവർക്ക് വല്ലാത്ത സന്തോഷമായി. തന്റെ അടുക്കൽ നിൽക്കുന്നത് തന്റെ പ്രിയപ്പെട്ട റസൂലാണല്ലോ. ഞാൻ ഇന്നേ വരെ കാണാൻ കൊതിച്ചിരുന്ന എന്റെ പ്രിയപ്പെട്ട റസൂൽ, എനിക്ക് ദീനിന്റെ വിജ്ഞാനം കാണിച്ചു തന്ന, എനിക്ക് നന്മ പഠിപ്പിച്ചു തന്ന, എന്നെ ഹിദായത്തിലാക്കി തന്ന എന്റെ പുണ്യ നബിയാണല്ലോ എന്റെ മുമ്പിൽ നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം അവർക്ക് വല്ലാത്ത സന്തോഷമായി. അള്ളാഹുവിന്റെ റസൂൽ ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ വന്നുകൊണ്ട് തന്റെ തളർന്ന കൈയിലും അതുപോലെ തന്നെ തളർന്ന കാലുകളിലും ഒന്ന് തടവിക്കൊടുത്തു. അള്ളാഹുവിന്റെ റസൂലിന്റെ ആ കൈ അങ്ങ് സ്പർശിച്ചപ്പോ അത്ഭുതകരമെന്ന് പറയട്ടെ, ബഹുമാന
ബഹുമാനപ്പെട്ട ഇമാം അവറുകളുടെ രോഗം ശിഫയായി, തളർവാദമൊക്കെ അങ്ങ് മാറി. അവസാനം അള്ളാഹുവിന്റെ റസൂൽ ഒരു പുതപ്പ് കൊടുത്തിട്ട് ബഹുമാനപ്പെട്ട ബൂസൂരി ഇമാമിനെ പുതപ്പിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ പോയി. എന്തൊരത്ഭുതം! ബഹുമാനപ്പെട്ട ഇമാമിന്റെ അസുഖം മുഴുവൻ മാറിയിരിക്കുന്നു, പഴയ അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഈ അവസ്ഥയിലേക്ക് എത്തിയതറിഞ്ഞിട്ട് ഒരുപാട് ആളുകൾ സന്തോഷത്തിന്റെ ആധിക്യത്താൽ ബഹുമാനപ്പെട്ട ബൂസൂരി ഇമാമിനെ കാണാൻ വന്നു. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ബഹുമാനപ്പെട്ട ഇമാം അവർക്ക് അസുഖം മാറിയിട്ട് തന്റെ ആരോഗ്യാവസ്ഥയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടല്ലോ. ബഹുമാനപ്പെട്ട ഇമാം അവരുടെ ഈ അവസ്ഥ കണ്ടിട്ട് എല്ലാവർക്കും വളരെ സന്തോഷമായി. എന്റെ പ്രിയമുള്ളവരെ, ഈ ഒരു അവസ്ഥയ്ക്ക് തനിക്ക് നിദാനമായി മാറിയത് താൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഖസീദയാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം അവർക്ക് തിരിച്ചറിഞ്ഞു. ബഹുമാനപ്പെട്ട ഇമാം അവർ ആ ഖസീദയുടെ പോരിശയും ആ ഖസീദ കൊണ്ട് തനിക്ക് ലഭിച്ച നേട്ടവുമൊക്കെ ജനങ്ങളോട് വിവരിച്ചു കൊടുത്തു. ജനങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രകീർത്തനത്തിലുള്ള മഹത്വത്തെ മനസ്സിലാക്കി. മാത്രമല്ല പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട ഇമാം അവരുടെ ഈ രോഗശമനം ഇമാം അവർക്ക് ഒരുപാട് പ്രശസ്തി നേടിക്കൊടുത്തു. ഇമാം അവർക്ക് മാത്രമല്ല, ഇമാം അവറുകൾ രചിച്ച ഈ ഖസീദക്കും ലോകാംഗീകാരം നേടിക്കൊടുക്കുകയാണ് ഉണ്ടായത്. എത്രത്തോളം എന്നാൽ ഈജിപ്ത് ഭരിച്ചിരുന്ന ഈജിപ്തിലെ അന്നത്തെ ചക്രവർത്തിയായിരുന്ന മാലിക് താഹിറിന്റെ മന്ത്രിയായിരുന്ന ബഹാവുദ്ദീൻ എന്ന മന്ത്രി ബഹുമാനപ്പെട്ട ഇമാം അവറുകളുടെ ഖസീദയെ ഒരു ഗ്രന്ഥരൂപത്തിലാക്കിയിട്ട് ദിവസവും പാരായണം ചെയ്യുമായിരുന്നു. ഈ സംഭവം അത്രയും പരിശുദ്ധമായ, അത്രയും വിശാലമായ ചരിത്രമാണ് ബുറുദക്ക് പിന്നിലുള്ളത്, ഖസീദത്തുൽ ബുറുദക്ക് പിന്നിലുള്ളത്. ഖസീദത്തുൽ ബുറുദ എന്ന പേര് ലഭിക്കാൻ തന്നെ കാരണം ബഹുമാനപ്പെട്ട ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നു. ഈ ബുറുദ എന്ന് പറഞ്ഞാൽ രോമത്താലുള്ള പുതപ്പ് എന്നാണ് ബുറുദ എന്ന പദത്തിനർത്ഥം. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ഇമാം അവർക്ക് രോമത്താലുള്ള പുതപ്പ് അള്ളാഹുവിന്റെ റസൂൽ സമ്മാനിച്ചു എന്ന കാരണത്താലാണത്രേ ഈ ഒരു പേര് ലഭിക്കാൻ കാരണമെന്ന് ബഹുമാനപ്പെട്ട ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നത് കാണാം. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് ഖസീദത്തുൽ ബുറുദയുടെ മഹാത്മ്യമാണ്. ഖസീദത്തുൽ ബുറുദ ബഹുമാനപ്പെട്ട ചരിത്രകാരന്മാർ പറയുന്നു, ഏതൊരു ആവശ്യം മുമ്പിൽ വെച്ചുകൊണ്ടാണോ ഖസീദത്തുൽ ബുറുദ പാരായണം ചെയ്യുന്നത്, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ആ അനുരാഗത്തോടെ ഇഷ്കോട് കൂടിയിട്ട് ഏത് ആവശ്യത്തിന് വേണ്ടിയാണോ ഖസീദത്തുൽ ബുറുദ പാരായണം ചെയ്യുന്നത് എങ്കിൽ ആ ആവശ്യം അയാൾക്ക് നിറവേറ്റി കിട്ടുമെന്നാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഖസീദത്തുൽ ബുറുദ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ ഖസീദക്ക് ഒരുപാട് ഷറഹുകൾ ലോകത്ത് വിരാജിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമിയെ പോലെയുള്ള മഹാന്മാരായ ഉലമാ ഈ മഹത്തായ ഖസീദക്ക് ഷറഹ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇസ്ലാം ഇബ്രാഹിമുൽ ബാജൂരിയെ പോലെയുള്ള മഹാന്മാരായ ദൈക്ഷണികരായ ആലിമീങ്ങൾ ഇതിന് ഷറഹ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കിതാബിന്റെയും ഈ ഖസീദയുടെയും വലുപ്പം എത്രയാണ് എന്റെ പ്രിയമുള്ളവരെ, വളരെ വ്യക്തമായി ഇതിന്റെ ഷറഹുകൾ പരിശോധിച്ചാൽ 100ഓളം ഷറഹുകൾ ഈ ഖസീദത്തുൽ ബുറുദക്കുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഖസീദത്തുൽ ബുറുദ മറ്റു ഭാഷകളിലേക്ക്, അറബിയേതര ഭാഷകളിലേക്ക് ഭാഷാന്തരം ചെയ്യപ്പെടാത്ത ഭാഷകൾ തന്നെ ഇല്ല എന്ന് പോലും ചരിത്രകാരന്മാർ എഴുതി. പരിഗണനീയമായ ഒരു ഭാഷയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ മലയാളത്തിൽ പോലും ഒരുപാട് വ്യാഖ്യാനങ്ങൾ ആലിമീങ്ങൾ ബുറുദക്ക് നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ ബുറുദയുടെ വലുപ്പം എത്രയാണ്, ആ ബുറുദയുടെ മഹാത്മ്യം എത്രയാണ്. പ്രിയമുള്ളവരെ, ആ ബുറുദയുടെ ബൈത്തിന്റെ ഘടനയിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. മാമുരിയുടെ തന്റെ ഖസീദയിൽ മൊത്തം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് 162 ബൈത്തുകളാണ്. 162 ബൈത്തുകളാണ്
ഖസീദയെ കുറിച്ചുള്ള വളരെ ആഴത്തിലുള്ള പഠനവും നാം നടത്തേണ്ടതുണ്ട്. എന്താണ് ഈ ഖസീദ നമ്മുടെ മുമ്പിൽ വെക്കുന്ന മഹത്തായ ലക്ഷ്യം? ലോകത്തിലുള്ള മറ്റെന്തെങ്കിലും എന്നെ ഇഷ്ടപ്പെടാത്തവൻ അവൻ പരിപൂർണ മുഅ്മിനാവുകയില്ല എന്ന് നമ്മെ പഠിപ്പിച്ച പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തോടും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഭാവനം ചെയ്യുന്ന മഹത്തായ ലക്ഷ്യത്തോടും നാം നീതി പുലർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന, പ്രവാചകനെ അംഗീകരിക്കുന്ന, നമ്മുടെ ഏത് വിഷയങ്ങളിലും പ്രവാചകൻ അവലംബമാക്കുന്ന രീതിയായിരിക്കണം മുഅ്മിനിന് ഉണ്ടാകേണ്ടത്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് പറഞ്ഞു. ഒരു സദസ്സിലിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ല അൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. അള്ളാഹുവിന്റെ റസൂലെ, എന്റെ നഫ്സ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും താല്പര്യമുള്ളത്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് താങ്കളാണ്. എന്റെ നഫ്സ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് തങ്ങളെ, നിങ്ങളെയാണെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു പ്രതികരിച്ചു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ വല്ലദീ നഫ്സി ബിയദി ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ നഫ്സിക. നീ നിന്റെ നഫ്സിനേക്കാൾ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നീ പരിപൂർണ മുഅ്മിനാവുകയില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനോടാണ് പറയുന്നത്. ആരാണ് ഉമർ റളിയല്ലാഹു അൻഹു? നാം ചിന്തിക്കേണ്ട, നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യമല്ലേ. രാത്രിയുടെ യാമങ്ങളിൽ നിന്ന് നിസ്കരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു, സദഖ ചെയ്യുന്ന ഉമർ റളിയല്ലാഹു അൻഹു, നീതിമാനായ ഉമർ റളിയല്ലാഹു അൻഹു, താൻ ജീവിക്കുന്ന ജീവിത ചുറ്റുപാടുകളോട് പരിപൂർണമായും നീതി പുലർത്തി ജീവിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹുവിനോടാണ് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്, നീ എന്നെ, നിന്നേക്കാൾ, നീ നിന്റെ നഫ്സിനേക്കാൾ എന്നെ നീ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ നീ പരിപൂർണ മുഅ്മിനാവുകയില്ല. ഉടനെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ് ഫഇന്നഹു അൽആൻ വല്ലാഹി ല അൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, റസൂലേ, ശരി, ഞാൻ എന്റെ നഫ്സിനേക്കാൾ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. റസൂലേ, അങ്ങയെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അൽ ആൻ യാ ഉമർ, ഉമറെ, ഇപ്പൊ ശരിയായി. ഈ രീതിയായിരിക്കണം നിനക്കുണ്ടാകേണ്ടത്. നിങ്ങളുടെ നഫ്സിനേക്കാളും എന്റെ നഫ്സിനെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പരിപൂർണ മുഅ്മിനാകാൻ സാധിക്കുകയില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അധ്യാപനങ്ങളെ നാം മനസ്സിലാക്കേണ്ട പ്രിയമുള്ളവരെ. ഈ അധ്യാപനങ്ങളെ മനസ്സിലാക്കിയാൽ മാത്രമേ യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനായി ജീവിക്കുവാനും, യഥാർത്ഥത്തിൽ ഇഷ്കിന്റെ പാരമ്യതയിൽ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള അണയാത്ത സ്നേഹത്തിന്റെ, അവാജ്യമായ പ്രേമത്തിന്റെ ഈ ബൈത്ത് ഉൾക്കൊള്ളുന്ന, അതിനുശേഷം ഇങ്ങോട്ട് 12ഓളം ബൈത്ത് ഉൾക്കൊള്ളുന്ന ആ മഹിതമായ ലക്ഷ്യം, ബഹുമാനപ്പെട്ട ഇമാം അവർകൾ എന്താണ് തന്റെ കണ്ണുനീരിനുള്ള കാരണം അന്വേഷിക്കുകയാണ്. തന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി വരുന്നു. എന്താണ് തന്റെ കണ്ണുനീരിനുള്ള കാരണം? തന്റെ കണ്ണുനീർ മുഴുവനും രക്തത്താൽ കലങ്ങിയതായ കണ്ണുനീരാണ്. ഈ കണ്ണുനീരിനുള്ള കാരണം എന്താണ്?
കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിയെത്തുവാനുള്ള കാരണം എന്താണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം അവർകൾ ഈ ബൈത്തുകളിലൂടെ ഇവിടുന്ന് അങ്ങോട്ട് ആദ്യത്തെ 12 ബൈത്തുകളിലൂടെ അന്വേഷിക്കുന്നത്. ശരിക്ക് ഹൃദയത്തിന് ഇഷ്ക് മൂലം രോഗം ബാധിച്ച ഒരു ആഷിക്കിന്റെ അവസ്ഥയാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വരികളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നോക്കൂ നിങ്ങൾ, അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി, അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി. സലം എന്ന രാജ്യത്തിന്റെ അയൽക്കാരനെ ഓർത്തുകൊണ്ടാണോ രക്തത്താൽ കലർത്തപ്പെട്ടതായ നിന്റെ കണ്ണുനീരിങ്ങനെ ധോരധോരയായി കണ്ണിൽ നിന്ന് ഒഴുകുന്നത്? ബഹുമാനപ്പെട്ട ഇമാം അവർ ചോദിക്കുകയാണ്, അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി. സലം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ് സലമിന്റെ അയൽക്കാരൻ എന്ന് ബഹുമാനപ്പെട്ട ബൂസൂരി ഇമാം അയൽക്കാരനെ ഓർത്തുകൊണ്ടാണോ നിന്റെ കണ്ണിൽ നിന്ന് രക്തം കലർന്ന കണ്ണുനീര് ധോരധോരയായി ഒഴുകുന്നത് എന്ന് ആശങ്കപ്പെടുകയാണ്, എന്ന് ചോദിക്കുകയാണ് കവി. ബഹുമാനപ്പെട്ട ബൂസൂരി ഇമാം തന്നോട് തന്നെ ചോദിക്കുകയാണ്, തന്റെ കണ്ണുനീരിനുള്ള കാരണം എന്താണ്? ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖിനെ കുറിച്ചുള്ള ഓർമ്മകളാണോ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒലിക്കുവാനുള്ള കാരണം? സലമിന്റെ ജീറാൻ എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇവിടെ ബഹുമാനപ്പെട്ട ഇമാം അവർ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. സലം എന്ന സ്ഥലത്തിന്റെ അയൽവാസി എന്നാണ് അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് ഈ സലം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പഴയ നാടുകളിലൊക്കെ വളരെയധികം കാണപ്പെട്ടിരുന്ന ഒരു മരമാണ് സലം. ഈ മരം ഒരുപാട് ഈ മരം കൊണ്ട് നിറഞ്ഞ പ്രദേശമായിരുന്നു മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള പ്രദേശങ്ങളൊക്കെ. മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള പ്രദേശങ്ങൾ ഈ സലം എന്ന മരം കൂടുതൽ ഉണ്ടായ കാരണത്താൽ അതിൽപ്പെട്ട ഒരു ഭാഗത്തിന് സലം എന്ന് പേര് വെക്കപ്പെട്ടു. അതാണ് സലമിന്റെ അയൽവാസിയായ പുണ്യ നബിയെ ഓർത്തുകൊണ്ടാണോ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധോരധോരയായി ഒഴുകുന്നത് എന്ന് സൂമിന്റെ ജീറാൻ എന്ന് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയാനുണ്ടായ കാരണം എന്താണ്? നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മക്കയിലും ഇടയിലുള്ള സ്ഥലമാണ്. സലമിന്റെ അയൽവാസിയാണല്ലോ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലായിരുന്നാലും മദീനയിലായിരുന്നാലും, താൻ ജനിച്ചു വളർന്ന, താൻ കളിച്ചുല്ലസിച്ചു വളർന്ന മക്കയിലായിരുന്നാലും, താൻ ഹിജ്റ പോയ, തന്റെ അവസാനം താൻ ജീവിച്ച് ബഹുമാനപ്പെട്ട അൻസാറുകളോടൊപ്പം ചിലവഴിച്ച മദീനയിലായിരുന്നാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു പേരാണ് സലം എന്ന സ്ഥലത്തിന്റെ അയൽക്കാരൻ എന്നുള്ള പേര്. കാരണം മദീനയുടെയും മക്കയുടെയും ഇടയിലുള്ള സ്ഥലമായതുകൊണ്ട് രണ്ട് ഭാഗത്തിനോടും ചേർന്ന ആൾ എന്ന രീതിയിലാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കണ്ണുനീരിനെ നീ കലർത്തിയത്, കണ്ണിൽ നിന്ന് ഒഴുകി വരുന്നതായ കണ്ണുനീരിനെ രക്തത്തോട് കലർത്തിയത് നീ അള്ളാഹുവിന്റെ റസൂലിനെ സലമിന്റെ അയൽവാസിയായ പുണ്യപ്രവാചകനെ ഓർത്തത് കൊണ്ടാണോ എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം അവർ ആദ്യത്തെ ബൈത്തിൽ ഇമാമിനെ കുറിച്ച് തന്നെ, ഇമാമിന്റെ ഇഷ്കിനെ കുറിച്ച് തന്നെ ചോദിക്കുന്നത്. മാത്രമല്ല അടുത്ത സാധ്യതയെ കൂടി പരിചയപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം അവർ വളരെ വ്യക്തമായി കൊണ്ട് മറ്റൊരു സാധ്യതയെ കൂടി പരിചയപ്പെടുത്തുന്നു.
കാളിമയുടെ ഭാഗത്ത് നിന്ന് അടിച്ചു വീശുന്ന ഇളം കാറ്റാണോ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുവാൻ കാരണമായിട്ടുള്ളത്? കാളിമയുടെ ഭാഗത്ത് നിന്ന്, കാളിമ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയുടെ മറ്റൊരു പേരാണ് കാളിമ. കാളിമ അള്ളാഹുവിന്റെ മദീനയ്ക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകുന്നതിന് മുമ്പ് ഒരുപാട് പേരുകളിൽ അറിയപ്പെട്ടിരുന്നുവെന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. കാളിമ, അതുപോലെ തന്നെ യസ്രീബ്, ത്വയ്യിബ എന്നൊക്കെ പേരിൽ മദീന അറിയപ്പെട്ടിരുന്നു. അവസാനം അള്ളാഹുവിന്റെ റസൂൽ അവിടേക്ക് ഹിജ്റ പോയി എന്ന അർത്ഥത്തിൽ മദീന എന്ന പേര് പിന്നീട് ലഭിച്ചതാണ് എന്ന് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ബഹുമാനപ്പെട്ട ഇമാം അവർ ചോദിക്കുന്നത്, അതല്ല നിങ്ങളെ കരയിച്ചത്, എന്നെ കരയിച്ചത് കാളിമയുടെ ഭാഗത്ത് നിന്നുള്ള, മദീനയുടെ ഭാഗത്ത് നിന്ന് റൗള ഷരീഫിനെ തലോടിക്കൊണ്ട് കടന്നു വരുന്ന ഇളം കാറ്റാണോ തന്നെ കരയിച്ചത് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. അഥവാ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് കൂടെ കടന്നു പോകുന്ന ആ കാറ്റ്, ആ ഇളം തെന്നൽ ചിന്തിപ്പിക്കുന്നു. റസൂലുള്ള അനുഭവിച്ച ത്യാഗങ്ങളെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് എന്റെ ഹൃദയാന്തരങ്ങളിൽ അനുരാഗത്തിന്റെ ബാഷ്പഗണങ്ങൾ ഉദിച്ചു വരുന്നു. അത് കാരണമാണോ എനിക്ക് കണ്ണുനീര് വരുന്നത്, ഞാൻ കരയുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട ബൂസൂരി ഇമാം ചോദിക്കുന്നത്. മാത്രമല്ല മറ്റൊരു സാധ്യത കൂടി, തന്റെ കരച്ചിലിനുള്ള മറ്റൊരു സാധ്യത കൂടി ബഹുമാനപ്പെട്ട ഇമാം അവർ പറയുന്നു, ഇളമിൽ നിന്നുള്ള മിന്നലിന്റെ, ഇടിമിന്നലിന്റെ ജ്വാല കൊണ്ടാണോ താൻ കരയുന്നത്? ഇളമിൽ നിന്നുള്ള ഇരുട്ടിൽ പ്രകാശിക്കുന്ന ആ മിന്നലാണോ തന്നെ കരയിപ്പിച്ചത് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം അവർ ചോദിക്കുന്നത്. അഥവാ ഇളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദീനയോടടുത്തുള്ള പർവ്വത നിരകളെ കുറിച്ചാണ് ഇളം എന്ന് പറയുന്നത്. ആ ഇളമിൽ പ്രകാശിക്കുന്ന, ആ ഇളമിൽ വെട്ടിത്തിളങ്ങുന്ന മിന്നൽ, ആ മിന്നലാണോ തന്നെ ഈ രീതിയിൽ കരയിപ്പിച്ചത്? ബഹുമാനപ്പെട്ട ഇമാം അവർ ആശങ്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് ബൈത്തുകളിലായി ബഹുമാനപ്പെട്ട ഇമാം അവർ നമ്മോട് ചോദിക്കുന്നത്, ഈ കാവ്യത്തെ, തന്റെ കാവ്യത്തെ കേൾക്കുന്നവരോട് ചോദിക്കുന്നത്, തന്നെ കരയിപ്പിച്ചത് എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കരയുന്ന കണ്ണുനീർ എനിക്കുണ്ടാക്കി തന്നത്? അതല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയെ കുറിച്ചുള്ള പൂർണ്ണമായ ചിന്തകളാണോ എന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം അവർ വളരെ വ്യക്തമായി കൊണ്ട് നമ്മോട് ചോദിക്കുന്നു. ഇതാണ് ഈ രണ്ട് ബൈത്തിന്റെ താരം. ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ റസൂൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അനുരാഗം, ആ അനുരാഗം മനസ്സിന്റെ അന്തർഭാഗങ്ങളിൽ നിന്നും ആ അനുരാഗമാണ് ഈ രണ്ട് ആദ്യത്തെ ബൈത്തുകളിലൂടെ ബഹുമാനപ്പെട്ട ഇമാം അവർ നമ്മോട് ഓതിത്തരുന്നത്. പ്രിയമുള്ളവരെ, തൽക്കാലം ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഖസീദത്തുൽ ബുർദയുടെ ബാക്കി ഭാഗം എന്ന നിലയ്ക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചകളിലും നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂലിനെ യഥാർത്ഥത്തിൽ അംഗീകരിക്കുകയും ആ റസൂൽ കൊണ്ടുവന്ന സത്യമായ കാര്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന മഹത്തായ ഒരു രീതി, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനമുള്ള ശ്രോതാക്കളെ, ഇവിടെ നമ്മുടെ നാട്ടിൽ ഇവിടെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ലാപ്ടോപ്പിൽ ബാറ്ററി ബാക്കപ്പ് ഇല്ലാത്തതിനാൽ
നമ്മുടെ ചർച്ച തുറന്നു കൊണ്ടുപോകാൻ പ്രയാസമുണ്ട്. ബാക്കപ്പ് വളരെ കുറവാണ്. സിസ്റ്റം ഓഫ് ആവാനായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് തുടർ ചർച്ചകളൊക്കെ നടത്താം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വന്തം